ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ആൽജിബ്ര പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതിൽ ആൽജിബ്രൈക് എക്സ്പ്രഷൻസും ഐഡൻറ്റിറ്റീസും എല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7th അതുപോലെ തന്നെ ഇപ്പോൾ 8th നിങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്പ്രഷനേക്കാളും കൂടുതൽ നമ്മൾ ഇക്വേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, സോ ആൻഡ് ദ ചാപ്റ്റർ നെയിം ഐ വൺസ് അഗൈൻ സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. ആ ചാപ്റ്റർ നെയിമിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ലീനിയർ ഇക്വേഷൻ ആണ്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നീട് ഒരു വേരിയബിൾ ആണ്. നിങ്ങൾക്കറിയാം ഒരു ആൽജിബ്രൈക് എക്സ്പ്രഷനിൽ എന്താണ് നമ്മൾ എക്സ് വൈ ഇസഡ് അല്ലെങ്കിൽ എ ബി സി എന്ന് എഴുതുന്ന പല പല വേരിയബിൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ ഒരൊറ്റ വേരിയബിളെ ഒരു ഇക്വേഷനിൽ കാണത്തുള്ളൂ. ആ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിലൂടെ നോക്കാം. ഐ ആം അബ്ദുൽ അഹദ് ആൻഡ് വെൽക്കം ടു മനോരമ ഹൊറൈസൺസ് ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ്. സോ ഫസ്റ്റ് കാര്യം ഇതാണ്, വാട്ട് ഈസ് എൻ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻ. ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്താണ്, പിന്നീട് ഒരു ഇക്വേഷൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ x+2 എന്ന് ഞാൻ എഴുതിയാൽ, x+2 എന്ന് മാത്രം ഞാൻ എഴുതിയാൽ അത് വെറും ഒരു എക്സ്പ്രഷനാണ്. എന്താണ്? ഒരു എക്സ്പ്രഷനാണ്. കാരണം അവിടെ പ്രത്യേകിച്ച് എക്സിന് ഒരു വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടും. എക്സിന് 1 എന്നിട്ട് കൊടുത്താൽ 3 എന്നും 5 എന്നിട്ട് കൊടുത്താൽ 7 എന്നും എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? ഒരു എക്സിന് ഫിക്സഡ് വാല്യൂ ഇല്ല. ആ എക്സിനൊരു എക്സാക്ട് വാല്യൂ എന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല. ഏതിന്? എക്സ്പ്രഷൻ ഇല്ല. പക്ഷേ ഞാൻ x+2 = 5 എന്ന് എഴുതിയാൽ, ഇങ്ങനെ ഞാൻ എഴുതിയാൽ ഇത് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് x+2 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. ആ എക്സ്പ്രഷനെ ഒരു =2ഉം പിന്നീട് ഒരു 5ഉം ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ 2 പാർട്സ് ആക്കി മാറ്റി. അങ്ങനെ വരുമ്പോൾ അവിടെ 2 ഈക്വൽ പാർട്സിലായിട്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രഷന് പകരം അതെന്തായി മാറി? ഒരു ഇക്വേഷനായി മാറി അല്ലേ? ഒരു ഇക്വേഷനായി മാറി. ആൻഡ് ആ =2 സൈൻ ഉള്ളത് കൊണ്ട് അതൊരു ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇക്വേഷന് തുല്യമാണ്. സോ എക്സ്പ്രഷൻ എന്തായി മാറി? ഇവിടെ ഒരു ഇക്വേഷനായി മാറി. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ലീനിയർ ഇക്വേഷൻസ് ഒരു വേരിയബിളിൽ എങ്ങനെ ഫോം ചെയ്യുന്നു, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എക്സ്പ്രഷനും ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് എൻ എക്സ്പാൻഷൻ? ഒരു എക്സ്പാൻഷൻ്റെ ഡിഗ്രി എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡിഗ്രി എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെയുണ്ട്, ലീനിയർ എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാനൊന്ന് എഴുതാം. x+3 ഒരു എക്സ്പ്രഷൻ ഞാനിവിടെ എഴുതി, അല്ലെങ്കിൽ x+3 = 10 എന്ന് ഞാൻ എഴുതിയാൽ, അങ്ങനെ ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? x ആണ്. ആ വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. യെസ്, ആ 1 ആണ് അവിടുത്തെ പവർ എങ്കിൽ, വേറെ പവറൊന്നും ഇല്ല, ആ 1 മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വാല്യൂവിനെ എന്തെന്ന് വിളിക്കാം? ഡിഗ്രി എന്ന് വിളിക്കാം. ആ വാല്യൂവിനെ എന്തെന്ന് വിളിക്കാം? ഡിഗ്രി എന്ന് വിളിക്കാം. x+3 = 10ന് പകരം x² + x+4 = 5 എന്ന് എഴുതിയാൽ, അങ്ങനെ വരുമ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒന്നിൽ കൂടുതൽ സമയം നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ 2 ഉണ്ട് പവർ, പിന്നീട് ഇവിടെ 1 പവർ ഉണ്ട്. ഹയസ്റ്റ് പവർ 2 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഡിഗ്രി ഈസ് ഹൗ മച്ച്? 2. രണ്ടാമത്തെ കേസിൽ ഡിഗ്രി 2 ആണ്. ഇനി x² പകരം ഞാൻ ഇവിടെ എഴുതുന്നു 4x³ + 3x² + 5x - 10 = 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ എഴുതിയാൽ ഇവിടുത്തെ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 3 ഉണ്ട്, 2 ഉണ്ട്, പിന്നീട് ഇവിടെ 1 ഉണ്ട്. ഹയസ്റ്റ് പവർ 3 ആണ്. അതിവിടെ എന്തെന്ന് വിളിക്കാം? യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദി ഡിഗ്രി. സോ ദ ഡിഗ്രി ഹിയർ ഇസ് 3. അപ്പോൾ ഡിഗ്രി 1 വരുന്നുണ്ട്, ഡിഗ്രി 2 വരുന്നുണ്ട്, ഡിഗ്രി 3 വരുന്നുണ്ട് അല്ലേ? പല പല ഡിഗ്രീസിൽ വാല്യൂസിൽ നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനെ നമ്മൾ കണ്ടു. ഇനി ഈ പല വാല്യൂസ് വരുന്നതിനെ തന്നെ പല ഡിഫറെൻറ്റ് പേരിൽ നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഡിഗ്രി 1 വരുന്ന ഇക്വേഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. വാട്ട് ഡു വി കോൾ ഇറ്റ്? ലീനിയർ ഇക്വേഷൻ. ഡിഗ്രി 2 വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്തെന്ന് വിളിക്കുന്നു? ക്വാഡ്രാറ്റിക്. ഡിഗ്രി 3 വരുന്നതിനെ നമ്മൾ ക്യൂബിക് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. സോ ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ വർഷം മാത്രമല്ല, വരുന്ന വർഷങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടെർമിനോളജി ഇമ്പോർട്ടൻ്റ് ആണ്. 1 വരുന്ന ഡിഗ്രിയെ ലീനിയർ എന്നും 2നെ ക്വാഡ്രാറ്റിക് എന്നും 3നെ ക്യൂബിക് എന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കിവിടെ സ്പെഷ്യലി പഠിക്കാനുള്ളത് ഏതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ? ലീനിയറിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിനകത്ത് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. അഥവാ അതിൻ്റെ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ക്ലിയർ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ ഒരു ഇക്വേഷൻ എങ്ങനെ നമുക്ക് എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. An algebraic equation is an equality involving variables. ഞാനത് നേരത്തെ നിങ്ങളത് പറഞ്ഞു. ഇറ്റ് ഹാസ് എ ഇക്വാലിറ്റി സൈൻ അല്ലേ? ഒരു ഇക്വാലിറ്റി സൈൻ കാണും. ഇക്വാലിറ്റി സൈൻ എന്ന് വെച്ചാൽ എന്താണ്? വേറെ പ്രത്യേകിച്ചും നിങ്ങൾ അവിടെ ഒന്നും സംശയിക്കാനില്ല. ജസ്റ്റ് ഒരു ഈക്വൽ ടു സൈനാണ് ഉദ്ദേശിക്കുന്നത്. ഇക്വാലിറ്റി അല്ലെ, അഥവാ ഈക്വൽ ടു സൈൻ.
ദ എക്സ്പ്രഷൻ ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ ഇക്വാലിറ്റി സൈൻ, ഈ ഈക്വൽ ടു സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വി കോൾ ഇറ്റ് ആസ് ദ LHS or the left hand side, and the expression on the right side of equality. ഇക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും രണ്ട് ടേമുകൾ കാണും, അല്ലെങ്കിൽ രണ്ട് എക്സ്പ്രഷനുകൾ കാണാം. അങ്ങനെ രണ്ട് എക്സ്പ്രഷനുകൾ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അഥവാ LHS എന്നും റൈറ്റ് സൈഡിലുള്ളതിനെ RH അഥവാ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ഈ പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടോ, സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. സോ ഒരു ഈക്വൽ ടു സൈൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതി, 2x + 3 = 10 എന്ന് എഴുതിയാൽ ഈ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന LHS അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് സൈഡിൽ കാണുന്ന എന്താണ്? RH ആണ്. ഇനി ഈ ഇക്വേഷൻ 2x + 3 = 10 ഈ പറയുന്ന വേരിയബിൾ എവിടെയാണ് വരുന്നത്? വേരിയബിൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത് അല്ലേ? ഇവിടെ 2x - 3 കണ്ടത്, ഇവിടെ 2x + 3 കണ്ടതും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് എക്സ് കാണുന്നത്. ഇനി ഈ എക്സ് ലെഫ്റ്റ് സൈഡിൽ മാത്രമല്ല. ഫോർ എക്സാമ്പിൾ 2x + 3 എനിക്ക് വേണമെങ്കിൽ 3x + 5 എന്നും എഴുതാം. അതായത് ഇവിടെ നോക്കുമ്പോൾ ഈക്വൽ ടു സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും എന്തുണ്ട്? ഈ പറയുന്ന വേരിയബിൾ ഉണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡിൽ മാത്രമല്ല റൈറ്റ് സൈഡിലും വേരിയബിൾ വരാം, അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച് വരാം. ഇതൊക്കെ നമുക്ക് പോസിബിളായിട്ട് വരാൻ പറ്റുന്ന ഇക്വേഷൻസിൽ വേരിയബിൾസ് വരാൻ പറ്റുന്ന സൈഡുകളാണ്. ക്ലിയർ? അപ്പോൾ അതിനൊരു നിയമം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മാത്രമോ റൈറ്റ് സൈഡിൽ മാത്രമോ അങ്ങനെ ഒരു റൂളില്ല. ഇറ്റ് ക്യാൻ ബി എനിവെയർ ഓൺ ദ ഇക്വാലിറ്റി. ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും ആവാം, റൈറ്റിലും ആവാം, രണ്ട് സൈഡിലും ആകാം. ക്ലിയർ? സോ എങ്ങനെ ഒരു ലീനിയർ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. An equation, the values of the expression on the LHS and RHS എന്താണ്? ഈക്വൽ ആണ്. കാരണം ഇക്വാലിറ്റി സൈൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആണ്. ദിസ് ഹാപ്പൻസ് ടു ബി ട്രൂ ഓൺലി ഫോർ സർട്ടൺ വാല്യൂസ് ഓഫ് ദ വേരിയബിൾ. അല്ലേ, വേരിയബിളിന് ഒരു നിശ്ചയിച്ച വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രമേ അവിടെ എന്താകത്തുള്ളൂ? അത് ഈക്വൽ ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് സോൾവ് ആകത്തുള്ളൂ. അങ്ങനെ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ x = 5 is a solution of 2x - 3 = 7 എന്ന് അവരവിടെ പറഞ്ഞാൽ, ഇപ്പോൾ എന്താണ് ഇക്വേഷൻ? 2x - 3 = 7 എന്നാണ് അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ. അവർ പറഞ്ഞു എക്സിന് എന്തിട്ട് കൊടുക്കുക? 5 ഇട്ടാൽ ആ 5 എന്താകും? സൊല്യൂഷൻ ആകും. അത് സൊല്യൂഷൻ ആവണമെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാനൊന്ന് എടുക്കുന്നു. അവിടെ 2x - 3യുടെ സ്ഥാനത്ത്, അതായത് 2 × x സ്ഥാനത്ത് എന്തിടുന്നു? 5 ഇടുന്നു. സോ 2 × 5 - 3 അഥവാ 10 - 3 എത്ര കിട്ടുന്നു? 7 കിട്ടുന്നു. ഈ LHSൽ കിട്ടിയ 7 തന്നെയാണ് നമ്മുടെ RHSലും ഉള്ളത്. സോ ഈസ് LHS ഈക്വൽ ടു RHS? യെസ്. അങ്ങനെ LHSും RHSും ഈക്വൽ ആയി കിട്ടിയാൽ എന്താണ്? അത് അതിൻ്റെ സൊല്യൂഷൻ ആണോ? സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു വാല്യൂയുടെ സൊല്യൂഷൻ ആവുന്നത്? ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ വാല്യൂസ് വന്ന് അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനെ സൊല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂഷൻ എന്ന് നമുക്ക് അവിടെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതിന് പകരം അവർ പറയുകയാണ് 10 ഇതിൻ്റെ സൊല്യൂഷൻ ആണോ? ഇപ്പോൾ 2x - 3ൽ ഞാൻ എന്തിടുന്നു? 10 ഇട്ട് കൊടുത്താൽ 2 × 10 - 3 അഥവാ 2 × 10 - 3 എന്ന് പറയുമ്പോൾ 20 - 3 അഥവാ എത്രയാണ്? 17 ആണ്. പക്ഷേ എനിക്ക് റൈറ്റ് സൈഡിൽ RHSലുള്ളത് 17 അല്ല, 7 ആണ്. അപ്പോൾ നമ്മുടെ LHSും RHSും ഈക്വൽ ആകുന്നുണ്ടോ? ഇല്ല. LHS ആൻഡ് RHS ആർ നോട്ട് ഈക്വൽ. അങ്ങനെ വരുന്ന കേസിൽ ഇത് ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സൊല്യൂഷൻ ആണോ? അല്ല. നോട്ട് എ സൊല്യൂഷൻ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് സൊല്യൂഷൻ, എന്താണ് സൊല്യൂഷൻ അല്ലാത്തത് എന്ന് ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി സൊല്യൂഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ വരാം. ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ ഓൺ ബോത്ത് സൈഡ്സ് വരാം, രണ്ട് സൈഡിലും വേരിയബിൾ വരുന്നത് വരാം. പിന്നീട് മെയിനായിട്ട് രണ്ടാമതുള്ളത് റെഡ്യൂസിങ് ഇക്വേഷൻസ് ടു സിംപ്ലർ ഫോം. ഈ രണ്ട് ടൈപ്പാണ് നമുക്ക് സോൾവിങ്ങിനായിട്ട് മെയിനായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒന്ന് വേരിയബിൾസ് മാത്രം രണ്ട് സൈഡിലും സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്നതും, പിന്നീട് റെഡ്യൂസിങ് കുറച്ച് ഫ്രാക്ഷനുകളും അതുപോലെ ഡെസിമൽസും ഒക്കെ വരുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിനെ റെഡ്യൂസ് ചെയ്ത് കുറച്ചുകൂടെ സിമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാക്കി മാറ്റുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് സൊല്യൂഷനിൽ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് അതിലെ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. സോ അതിനകത്ത് നമുക്കിവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ ഓൺ ബോത്ത് സൈഡ്സ് ആണ് അല്ലേ. നോക്കുകയാണെങ്കിൽ 5x + 9 എക്സ് ഇവിടെയുണ്ട്, 5 + 3x 3x എക്സും വേരിയബിൾ റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേരിയബിൾ ഉണ്ട്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വേരിയബിൾസിനെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുക, അല്ലാതെ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിലോട്ട് എങ്ങോട്ടാണോ അത് കൊണ്ടുപോവുക. സോ വേരിയബിൾസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ബാക്കി നമ്പറുകളെ അഥവാ കോൺസ്റ്റൻസിനെ എന്ത് ചെയ്യുക, മറ്റൊരു സൈഡിലോട്ട് മാറ്റുക. സോ ഞാനിവിടെ 3x ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ അവിടെ 5x ഉണ്ട്, ഇവിടെ +3x ആണ്. അത് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? -3x ആകുന്നു.
ഓൾറെഡി ഇവിടെ 5 ഉണ്ട്. ഇനി ഈ +9 റൈറ്റിലോട്ട് വന്നാൽ എന്താകും? അത് -9. സോ ഞാൻ എന്ത് ചെയ്തു? ആദ്യം സെപ്പറേറ്റ് ചെയ്തു. വേരിയബിൾസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി മറ്റ് നമ്പേഴ്സിനെ മറ്റൊരു സൈഡിലോട്ട് മാറ്റി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. 5x - 3x. 5 - 3 2 ആണെങ്കിൽ 5x - 3x എന്ത് തന്നെയാണ്? 2x തന്നെയാണ്. സോ ഇവിടെ എന്ത് എഴുതാം? 2x എന്ന് എഴുതാം. ഇനി 5 - 9. 9 - 5 4 ആണെങ്കിൽ 5 - 9 എന്താണ്? -4. 2x - 4 ആണെങ്കിൽ x എന്താണ്? -4 ഡിവൈഡഡ് ബൈ 2. എന്താണ് -4 ഡിവൈഡഡ് ബൈ 2? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് -2. സോ എത്ര കിട്ടി നമുക്ക്? എക്സിൻ്റെ വാല്യൂ -2 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇത് കറക്റ്റ് ആണോ? നമ്മുടെ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? LHSൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. LHS എന്ന് പറയുന്നത് 5x + 9 ആണ്. അവിടെ ഈ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 × -2 + 9 അഥവാ -10 + 9 അഥവാ -1 എന്ന് കിട്ടുന്നു. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് RHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ്? 5 + 3x. എത്രയാണ് 5 + 3x എന്ന് പറയുന്നത്? 5 + 3 × -2 അഥവാ 5 - 6 -1. LHSലും RHSലും കിട്ടിയ വാല്യൂ സെയിം ആണോ? അതെ, സെയിം ആണ്. അതിനർത്ഥം x is equal to -2. x is equal to -2 എന്താണ്? ഈസ് എ സൊല്യൂഷൻ. മനസ്സിലായോ? ഈ ഇക്വേഷൻ്റെ, നമ്മുടെ ചോദ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ x is equal to -2 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അടുത്തൊരു ചോദ്യം ഇതാണ്. 8x + 4 is equal to 3 × x - 1 + 7. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേരിയബിൾസ് രണ്ട് സൈഡിലുമുണ്ട്. പക്ഷേ ആ രണ്ട് സൈഡിലുള്ള വേരിയബിളിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരു 3 ഇവിടെ ബ്രാക്കറ്റിൽ പുറത്തുണ്ട്. അപ്പം ആ ബ്രാക്കറ്റിന് പുറത്തുള്ള 3 എന്ത് ചെയ്യണം? അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ അകത്ത് കൊണ്ടുപോകുമ്പോൾ 3x എന്നും പിന്നീട് 3 - 1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 എന്നും ഇവിടെ ഒരു +7 ആകും. സോ എന്ത് കിട്ടുന്നു? 8x + 4 എന്താണ്? -3 + 4? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് +4. സോ 8x + 4 is equal to 3x + 4. ഇനി എന്ത് ചെയ്യാം? എനിക്ക് വേരിയബിളിനെ മറ്റു സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് കിട്ടും? 8x - 3x. ഇനി 4 അപ്പുറത്ത് പോയാൽ 4 - 4. സോ 8x - 3x എന്താണ്? 5x. 4 - 4 0. സോ x എന്താണ്? 0 ഡിവൈഡഡ് ബൈ 5. എന്താണ് 0 ഡിവൈഡഡ് ബൈ 5? അത് 0 തന്നെയാണ്. സോ എന്ത് കിട്ടി? 0 എന്ന് എനിക്ക് കിട്ടി. സോ ദെർഫോർ എനിക്ക് എഴുതാം, ദെർഫോർ x is equal to 0 ഈസ് എ സൊല്യൂഷൻ. മനസ്സിലായോ? ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? x is equal to 0 എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? ഇനി ഇത് സൊല്യൂഷൻ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട് തിരിച്ചെന്ത് ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ തന്നെ LHSലോട്ടും കൊടുക്കുക, RHSലോട്ടും കൊടുക്കുക. അത് സെയിം ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം ഇത് സൊല്യൂഷൻ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ക്ലിയർ? അടുത്ത ചോദ്യം ഇതാണ്. 2y + 5/3 is equal to 26/3 - y അല്ലേ? അപ്പോൾ വേരിയബിൾസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -y ഇപ്പുറത്ത് വരുമ്പോൾ +y. ഇനി 5/3 റൈറ്റിലോട്ട് വരുമ്പോൾ എന്താണ്? 26/3 - 5/3. എന്താണ് 2y + y? 3y. എന്താണ് 26/3 - 5/3? 21/3. ഈ 21/3 7 ആണ് അല്ലേ? അപ്പോൾ 3y എന്ന് പറയുന്നത് എത്രയാ? 7 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് 7 ഡിവൈഡഡ് ബൈ 3 അഥവാ 7/3. സോ y എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ വില എത്രയാണ്? 7/3 ആണ്. ആൻഡ് അതാണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സിമ്പിളായിട്ട് കാര്യം മനസ്സിലായോ? ഇനി ഇക്വേഷൻസ് റെഡ്യൂസബിൾ ടു ദ സിംപ്ലർ ഫോം. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഇക്വേഷൻസ് സിംപ്ലർ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അവിടെ ഫ്രാക്ഷൻസ് വരാം, ഡെസിമൽസ് വരാം, അങ്ങനെ പലതും വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ x + 7 - 8x/3 is equal to 17/6 - 5x/2 എന്നൊരു ഫ്രാക്ഷനും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഇൻഡിജേഴ്സും അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഇക്വേഷനാണ്. ആ ഇക്വേഷനെ നമ്മൾ സിംപ്ലർ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പം റെഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ LCM ഡിനോമിനേറ്റർ ഓരോന്നോരോന്ന് എടുക്കുക. എക്സിൻ്റെ ഡിനോമിനേറ്റർ ഒന്നുമില്ലാത്തത് 1 ആണ്, 7ൻ്റെതും 1 ആണ്, ഇവിടെ 3 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്. സോ 1 3 6 2. വാട്ട് ഈസ് ദ LCM ഓഫ് 1 3 6 ആൻഡ് 2? നമുക്കറിയാം ഇതിൻ്റെ എല്ലാ LCM എന്താണ്? 6 തന്നെയാണ് അല്ലേ? കാരണം എല്ലാത്തിൻ്റെയും ടേബിളിൽ ഏറ്റവും ചെറിയ എന്താണ് മൾട്ടിപ്പിൾ കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ 6 തന്നെയാണ്. സോ മൊത്തം ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഒന്നുകൂടെ അത് ഇവിടെ എഴുതാം. x + 7 - 8x/3 is equal to 17/6 - 5x/2. ഇതിനെ മുഴുവൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ എക്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x എന്ന് കിട്ടും. 7നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും. -8x/3 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 3യും 6ഉം കട്ടാവുന്നു, 2 ആവുന്നു.
8x-ൻ്റെ കൂടെ 2 ചേരുമ്പോൾ എന്താവുന്നു 16x. അപ്പോൾ മൈനസ് 16x ഇസ് ഈക്വൽ ടു 17/6-ൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം 6ഉം കട്ടായി പോയി, ഒന്നുമില്ല ബാക്കി. അപ്പോൾ 17 മാത്രം. സോ 17 മൈനസ് 5x/2-ൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം 6ഉം ക്യാൻസൽ ആവുന്നു, 3 വരുന്നു. മൈനസ് 5x-ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 15x. ഇത്രയും മനസ്സിലായോ? ഇനി ഇതിനകത്ത് എക്സ് ടേംസ് അല്ലെങ്കിൽ വേരിയബിൾസിനെ നമ്മളിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ഫ്രാക്ഷൻ എല്ലാം മാറ്റി. ഈ സിംപ്ലിഫൈ ചെയ്തതിനകത്ത് വേരിയബിൾസിനെല്ലാം ഒരു സൈഡിലിടുക. അപ്പോൾ 6x-ഉം മൈനസ് 16x-ഉം അവിടെ തന്നെ ഉണ്ട്. ഈ മൈനസ് 15x-നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് 15x. ഇനി ഇവിടെ എന്തുണ്ട്? 17 ഉണ്ട്. 42 ഞാൻ റൈറ്റിലോട്ട് കൊണ്ടുവരുന്നു. 17 മൈനസ് 42. എന്താണ് 6x മൈനസ് 16x? മൈനസ് 10x പ്ലസ് 15x. എന്താണ് 17 മൈനസ് 42? മൈനസ് 25. ഇനി മൈനസ് 10x പ്ലസ് 15x എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 5x ആണ്. സോ 5x ഇസ് ഈക്വൽ ടു 25 ഓർ x എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. സോ എക്സിൻ്റെ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഗിവൺ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? കുറച്ച് ഫ്രാക്ഷനുകളും അതുപോലെ ഡെസിമലും ഉണ്ടാകാം. അങ്ങനെ വരുന്നൊരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് ചെറിയ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ സൊല്യൂഷൻ പഴയ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം ഇതാണ്. m മൈനസ് 1/2 ഇസ് ഈക്വൽ ടു 1 മൈനസ് m മൈനസ് 2/3. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, 3 ഉണ്ട്. LCM എന്താണ്? ഇവിടെയും 6 അല്ലേ? അതെ. സോ മുഴുവൻ ഇക്വേഷനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ m/1-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6m മൈനസ് m മൈനസ് 1-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? ഒരു ബ്രാക്കറ്റ് ഇടുക. എത്ര കിട്ടും? m-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6m മൈനസ് 1-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്? നിൽക്കി അവിടെ അതിന് മുന്നേ നിങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ ഡിനോമിനേറ്റർ 2 ആണല്ലോ. സോറി, അവിടുത്തെ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് ഈ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 2ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 വരുന്നു അല്ലേ? അപ്പോൾ 6 3 ആയി മാറുന്നു. ഇനി 3 m മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3m മൈനസ് 3 എന്ന് കിട്ടും. ക്ലിയർ? ഇസ് ഈക്വൽ ടു 1/1. എന്താണ് 1/1 ഇൻറ്റു 6? അത് 6 തന്നെയാണ്. അടുത്തത് m മൈനസ് 2. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് m മൈനസ് 2/3. 3m 6 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താവും? 2 ആയി മാറും അല്ലേ? 6 എന്തായി മാറും? 2 ആയി മാറും. അങ്ങനെ 2ഉം ഈ m മൈനസ് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2m മൈനസ് 4. ഇതുവരെ മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആദ്യം LCM എടുത്തു. ആ LCM കൊണ്ട് മുഴുവൻ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് സൈഡും, ലെഫ്റ്റ് സൈഡ് മാത്രമല്ല ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച്. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം, കാരണം മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ മൈനസ് 3m, ഇവിടെ എന്താണ്? മൈനസും മൈനസും ചേർന്ന് പ്ലസ് 3 ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്? മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 2m പ്ലസ് 4. ഇനി 6m മൈനസ് 3m എന്ന് പറയുന്നത് 3m പ്ലസ് 3 എന്നും 6 മൈനസ് 2m പ്ലസ് 4, അതായത് 6 പ്ലസ് 4 എത്രയാണ്? 10 മൈനസ് 2m എന്നും കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മൈനസ് 2m ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? 3m പ്ലസ് 2m ഇസ് ഈക്വൽ ടു 10 മൈനസ് 3. അഥവാ ഇവിടെ 5 എന്നും ഇവിടെ 10 മൈനസ് 3 7 എന്നും കിട്ടും. സോ m എത്രയാണ്? 7 ഡിവൈഡഡ് ബൈ 5 അഥവാ 7/5. സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് അവർ ഗിവൺ ഇക്വേഷൻ? ഇറ്റ് ഈസ് m ഇസ് ഈക്വൽ ടു 7/5. ക്ലിയർ? സോ ഇവിടെയും റെഡ്യൂസ് ചെയ്യാനായിട്ട് LCM എടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്തു, ചെറിയൊരു ഇക്വേഷനാക്കി മാറ്റി. പിന്നീട് വേരിയബിൾസിനെല്ലാം ഒരു സൈഡ്, നമ്പേഴ്സിനെല്ലാം മറ്റൊരു സൈഡിലോട്ടും കൊണ്ടുപോയി എന്ത് ചെയ്തു? നമ്മൾ സോൾവ് ചെയ്തു. സോ അടുത്തൊരു ചോദ്യം ഇതാണ്. 15 ഇൻറ്റു y മൈനസ് 4 മൈനസ് 2 ഇൻറ്റു y മൈനസ് 9 പ്ലസ് 5 ഇൻറ്റു y പ്ലസ് 6 0 ആണ്. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക? എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 15 ഇൻറ്റു y മൈനസ് 4 15y മൈനസ് 15 ഇൻറ്റു മൈനസ് 4 എത്രയാണ്? മൈനസ് 60. മൈനസ് 2 ഇൻറ്റു y എത്രയാണ്? മൈനസ് 2y. മൈനസ് 2 ഇൻറ്റു മൈനസ് 9 എത്രയാണ്? പ്ലസ് 18. പ്ലസ് 5 ഇൻറ്റു y എന്താണ്? 5y. പിന്നീട് 5 ഇൻറ്റു 6 30 ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? വേരിയബിൾസിനെ മാത്രം ഒരു സൈഡിൽ ഇട്ടിട്ട് ബാക്കിയെല്ലാം കൊണ്ടുപോകുക. അപ്പോൾ 15y മൈനസ് 2y എത്രയാണ്? 13y. 13y പ്ലസ് 5y എത്രയാണ്? 18y. അതവിടെ ലെഫ്റ്റിൽ ഇട്ടു. അടുത്ത റൈറ്റിലോട്ട് കൊണ്ടുപോകേണ്ടത് മൈനസ് 60 റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ 60, 18 റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ മൈനസ് 18, 30 അവിടെ കൊണ്ടുപോയാൽ മൈനസ് 30. സോ 18y ഇസ് ഈക്വൽ ടു 60 മൈനസ് 18. 60 മൈനസ് 18 എന്ന് വെച്ചാൽ 42 ആണ്. 42 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. അപ്പോൾ 16y ഇസ് ഈക്വൽ ടു 12 ഓർ y ഇസ് ഈക്വൽ ടു എത്രയാണ്? 12/18. ഈ 12/18 എന്ന് പറയുന്നത് 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2, ഇവിടെ 3. സോ y-ൻ്റെ വാല്യൂ എത്ര കിട്ടുന്നു? വി വിൽ ബി ഗെറ്റിംഗ് ദ y വാല്യൂ ആസ് 2/3. അണ്ടർസ്റ്റുഡ്? സോ ഇങ്ങനെയാണ് ഇവിടുത്തെ y വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇവിടെ വലിയ ഡിനോമിനേറ്റർ ഒന്നുമില്ല. സോ സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം.
അടുത്ത ചോദ്യം ഇതാണ് 0.25 ഇൻറ്റു 4f മൈനസ് 3 ഇസ് ഈക്വൽ ടു 0.05 ഇൻറ്റു 10f മൈനസ് 9. മൾട്ടിപ്ലൈ ചെയ്യുക. 0.25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് 1f ആണ്. ഓക്കെ, മൈനസ് 0.25 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.75 ആണ്. ഇനി 0.05 ഇൻറ്റു 10f എന്ന് പറഞ്ഞാൽ എത്രയാണത്? 0.5f ആണ്. 0.05 ഇൻറ്റു മൈനസ് 9 എന്ന് വെച്ചാൽ എത്രയാണ്? മൈനസ് 0.45 ആണ്. വേരിയബിൾ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ 1f മൈനസ് 0.5 എഫ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ഈ മൈനസ് 0.75 റൈറ്റിലോട്ട് വരുമ്പോൾ 0.75 മൈനസ് 0.45. ഈ 1f മൈനസ് 0.5 എഫ് എത്രയാ? 0.5f ഇസ് ഈക്വൽ ടു 0.75 മൈനസ് 0.45 0.30. സോ 0.5f എന്തിന് ഈക്വൽ ആണ്? 0.30ക്ക് ഈക്വൽ ആണ്. അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് 0.30 ബൈ 0.5 ആണ്. നമുക്ക് മുകളിലും താഴെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 30/50 എന്നാകുന്നു. 30/50 എന്ന് പറഞ്ഞാൽ എന്താണത്? 3/5 ആണ്. 3/5നെ ഡിവൈഡ് ചെയ്താൽ 0.6 എന്നും കിട്ടും. ഡെസിമൽ ആൻസർ വേണമെങ്കിൽ 0.6 എന്ന് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ 3/5 എന്ന് എഴുതി നമുക്ക് ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇവിടുത്തെ എഫിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. യെസ്. സോ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതും നോർമലി തന്നിരിക്കുന്ന ഇക്വേഷനെ അകത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം വേരിയബിൾസിനെ എന്ത് ചെയ്യാൻ? ലെഫ്റ്റിലോട്ടും അതുപോലെ തന്നെ നമ്പേഴ്സിനെ റൈറ്റിലോട്ടും കൊണ്ടുപോയി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലീനിയർ ഇക്വേഷനും അതുപോലെ തന്നെ ആൽജിബ്രായിക് എക്സ്പ്രഷനും ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കി. എന്താണ് വേരിയബിൾ, അല്ലെങ്കിൽ വേരിയബിളിൻ്റെ എണ്ണം വെച്ചിട്ട് നമുക്കിവിടെ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നീട് ഡിഗ്രി 1 ആയതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താണ്? ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയുണ്ട്? ഒരു സൈഡിൽ മാത്രം വേരിയബിൾ ഉള്ളതുണ്ടായിരുന്നു, 2 സൈഡിലും വേരിയബിൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇക്വേഷൻസിനെ ഫ്രാക്ഷനായിട്ട് വരുന്ന ഇക്വേഷൻസിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയായിരുന്നു. സോ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. സോ നിങ്ങളിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ടേൺ ദ നോട്ടിഫിക്കേഷൻ ഓൺ സോ ദാറ്റ് യു ഗെറ്റ് ദി അപ്ഡേറ്റ്സ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ആയിട്ട് ഇടുക. ഞാനത് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ഹാവ് എ നൈസ് ഡേ. Manorama Horizon. Learning made simple.